ദിവസം ലൈവ് എടുക്കുന്നതിനിടയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മക്കളെ ഡിജിറ്റൽ കറൻസി എന്താ നിങ്ങൾക്ക് അറിയോ, നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈവിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ പറഞ്ഞു, മിസ്സേ അറിയാൻ താല്പര്യമുണ്ടോ, മിസ്സേ പറയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ലൈവിൻ്റെ ഇടയിൽ ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് വെറുതെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്താണെന്നുള്ള ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്കത് സെപ്പറേറ്റ് ഇരുന്ന് കാണാമല്ലോ എന്ന്. അപ്പോൾ ആ വീഡിയോ ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മിസ് ഡിജിറ്റൽ കറൻസി എന്താണെന്നുള്ളത് സിമ്പിളായിട്ട്, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നും തരാതെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. നമുക്കതിന് മുൻപായിട്ട് പറയേണ്ടത്, കംപ്ലീറ്റ് ആയിട്ട് ഡിജിറ്റൽ കറൻസി നമുക്ക് മാർക്കറ്റിലേക്ക് വന്നിട്ടേ ഇല്ല. ഇപ്പോഴും അത് RBIയുടെ പരിഗണനയിൽ നടന്നുകൊണ്ടിരിക്കുന്ന, അതിൻ്റെ പ്രോസസ്സിങ്ങിലാണ് അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അത് അവൈലബിൾ ആവും തന്നെയാണ് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ്സ്. അപ്പോൾ അതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കണം, പ്രത്യേകിച്ച് നമ്മൾ കൊമേഴ്സുകാരാണ്, നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് സാമ്പത്തികപരമായിട്ടുള്ള അല്ലെങ്കിൽ എക്കണോമിയിലൊക്കെ വരുന്ന മാറ്റങ്ങൾ അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഡിജിറ്റൽ കറൻസി എന്നാണ് മിസ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് സാധാരണ ഫിസിക്കൽ കറൻസി ഉണ്ടല്ലോ, അതെന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫിസിക്കൽ കറൻസി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ കയ്യിലുള്ള നോട്ടുകളില്ലേ, അതായത് 10 രൂപ, 50 രൂപ, 20-ൻ്റെ, 100-ൻ്റെ, 500-ൻ്റെ, 2000-ൻ്റെ ഒക്കെ നോട്ടുകളില്ലായിരുന്നോ, അതാണ് നമ്മുടെ ഫിസിക്കൽ കറൻസി എന്ന് പറയുന്നത്. ആ കറൻസി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ കയ്യിലോ പോക്കറ്റിലോ നമ്മുടെ പേഴ്സിലോ ഒക്കെ ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. എന്നിട്ട് നമ്മളൊരു കടയിൽ ചെല്ലുന്നു, ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ ഒരു കറൻസി വെച്ച് ട്രാൻസാക്ഷൻസ് നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കടയിൽ ചെല്ലുന്നു, നമ്മുടെ പോക്കറ്റിൽ നിന്നോ അല്ലേ എവിടെ നിന്ന് വെച്ചാൽ നമ്മൾ ആ കറൻസി എടുക്കുന്നു. എന്നിട്ട് ഇപ്പോൾ 10 രൂപയാണ് എടുക്കുന്നതെങ്കിൽ 10 രൂപ ഞാൻ കടക്കാരന് കൊടുക്കുന്നു, കടക്കാരൻ ആ 10 രൂപ വാങ്ങിച്ചിട്ട് ആ 10 രൂപേൻ്റെ മൂല്യമുള്ള സാധനം എനിക്ക് തരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ 10 രൂപ കൊടുത്തിട്ട് എനിക്ക് 10 രൂപേൻ്റെ പെണ്ണ് തരുന്നു, അല്ലെങ്കിൽ എന്താ ഒരു ബുക്ക് തരുന്നു. അപ്പോൾ എന്താ ആ ഒരു രൂപ കൊടുത്തിട്ട് അതിൻ്റെ മൂല്യമുള്ള സാധനം വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ഫിസിക്കൽ കറൻസി വഴി ട്രാൻസാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഡിജിറ്റൽ കറൻസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രാൻസാക്ഷൻസ് സെയിം തന്നെയാണ്, ഫിസിക്കൽ കറൻസി പോലെ തന്നെയാണ് ഇവിടെയും ട്രാൻസാക്ഷൻസ് നടക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഫിസിക്കൽ കറൻസിക്ക് നമുക്കൊരു രൂപമുണ്ട്, അതിന് നമുക്ക് കയ്യിൽ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് നടക്കാനൊക്കെ പറ്റും അല്ലേ. പക്ഷേ നമുക്ക് ഡിജിറ്റൽ കറൻസിക്ക് അങ്ങനെ ഒരു രൂപമോ കാര്യങ്ങളൊന്നുമില്ല, നമുക്കിങ്ങനെ കൊണ്ട് നടക്കാൻ വേണ്ടി പറ്റില്ല. അതായത് നമുക്ക് പോക്കറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സിലോ അങ്ങനെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റില്ല. പകരം നമുക്ക് അത് അവൈലബിൾ ആവുക നമ്മുടെ കയ്യിലെ ഇൻ്റർനെറ്റ്, നമ്മുടെ ഫോണിൽ ഇൻ്റർനെറ്റിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. ഇപ്പോൾ ഗൂഗിൾ പേ, ഫോൺ പേ പോലെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഒരു വാലറ്റ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിലായിരിക്കും ഈ കറൻസി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഇപ്പോൾ ഫോൺ പേ വാലറ്റ് എന്നൊക്കെ പറയുന്ന പരിപാടിയില്ലേ, അതേപോലെ എന്താ ഡിജിറ്റൽ കറൻസിക്ക് ഒരു വാലറ്റ് വരും. ആ വാലറ്റിൻ്റെ ഉള്ളിൽ ഈ കാശ് ഉണ്ടാവും. എന്നിട്ട് അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇനി ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടി പോവുക. ഈ ഒരു സംഭവം നിലവിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഡിജിറ്റൽ കറൻസി ഉണ്ട്, അതിന് ആപ്ലിക്കേഷനും ഉണ്ട് എൻ്റെ കയ്യിൽ, ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ വാലറ്റിൽ പൈസയും ഉണ്ട് വിചാരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു കടയിൽ ചെല്ലുന്ന സമയത്ത് ആ കടക്കാരൻ്റെ കയ്യിൽ ഡിജിറ്റൽ കറൻസി ഉണ്ട്, അല്ലെങ്കിൽ അയാൾക്കും ഇതേ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഞാൻ അവരായിട്ട് ട്രാൻസാക്ഷൻസ് നടത്തിയിട്ട്, ഞാനിപ്പോൾ 10 രൂപയാണ് അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ 10 രൂപ അയാളുടെ വാലറ്റിൽ എത്തും. എന്നിട്ട് അയാൾ ആ 10 രൂപ മൂല്യമുള്ള സാധനം എനിക്ക് തരും. ഇങ്ങനെയാണ് ഡിജിറ്റൽ കറൻസിയിലെ ട്രാൻസാക്ഷൻസ് നടക്കുക. അപ്പോൾ അതിന് മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാണ് ഈ ഡിജിറ്റൽ കറൻസി പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഇഷ്യൂ ചെയ്യുന്നത് നമ്മുടെ RBI ആണ്. ഓക്കെ, നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. നമ്മൾ സാധാരണ നമ്മുടെ നോട്ട് ആരാണോ നമുക്ക് തന്നുകൊണ്ടിരുന്നത് അവർ തന്നെയാണ്, അതേ അതോറിറ്റി തന്നെയാണ് നമുക്ക് ഡിജിറ്റൽ കറൻസിയും തരാൻ പോകുന്നത്. എങ്ങനെയാണ് ഇവർ നമുക്ക് സാധാരണക്കാരിലേക്ക് ഇത് എത്തിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാങ്കുകൾ വഴിയായിരിക്കും നമുക്ക് ഡിജിറ്റൽ കറൻസി അവൈലബിൾ ആവാൻ പോകുന്നത്. അതായത് ഇപ്പോൾ ഞാൻ ബാങ്കിൽ ചെല്ലുന്നു, എന്നിട്ട് എൻ്റെ കയ്യിൽ ഒരു 50,000 രൂപയുണ്ട്, ഞാൻ 50,000 രൂപ ഇപ്പോൾ ബാങ്ക് കൊടുക്കുകയെന്ന് വിചാരിക്കും. അപ്പോൾ ബാങ്കുകാർ എന്ത് ചെയ്യും, എൻ്റെ ഡിജിറ്റൽ കറൻസി വാലറ്റിലേക്ക് എനിക്ക് 50,000 രൂപ തരികയാണ് ചെയ്യുക. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ കറൻസി യൂസ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടി പറ്റും. നമ്മൾ ഗൂഗിൾ പേ ഒക്കെ വെച്ച്, ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ പ്രൊസീജിയർ തന്നെയായിരിക്കും നമ്മൾ ഡിജിറ്റൽ കറൻസി വന്നാലും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കുക, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഈ ഒരു സംഭവം, ഇപ്പോൾ ഗൂഗിൾ പേയും ഇതും തമ്മിലിപ്പോൾ എന്താ വ്യത്യാസം, രണ്ട് സെയിം അല്ലേന്ന് തോന്നും. പക്ഷെ സെയിം അല്ലാതെ ആകുന്നത് അതിൻ്റെ ബാക്ക് എൻഡിലെ വ്യത്യാസങ്ങൾ കൊണ്ടാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നോർമലി നമ്മളൊരാളുടെ കയ്യിൽ നിന്ന് ഫിസിക്കൽ കറൻസി മുതൽ ട്രാൻസാക്ഷൻസ് വരികയാണെങ്കിൽ, A എന്ന് പറയുന്ന ഒരാൾ അയാളുടെ കയ്യിലുള്ള 10 രൂപ B എന്ന് പറയുന്ന ആൾക്ക് കൊടുത്തിട്ട് സാധനം വാങ്ങിക്കുന്നു, കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ നോർമലി ഫിസിക്കൽ കറൻസി യൂസ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻസ് നടത്തുക.
പക്ഷെ നമ്മളിപ്പോൾ ഫോൺ പേ, ഗൂഗിൾ പേ എന്നൊക്കെ പറയുന്നത് UPI പേയ്മെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ UPI പേയ്മെൻറ്റ്സിൻ്റെ ഇതിലേക്ക് വരുന്ന സമയത്ത് അവിടെ എങ്ങനെയാണ് പേയ്മെൻറ്റ്സ് നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനെന്ന് പറയുന്ന വ്യക്തി, ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഞാൻ ഒരു സാധനം B എന്ന് പറയുന്ന, അതായത് A എന്ന് പറയുന്ന എനിക്ക് C എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിക്കണം എന്ന് വിചാരിക്കും. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, എൻ്റെ ബാങ്കിൽ നിന്നാണ് C എന്ന് പറയുന്ന വ്യക്തിൻ്റെ ബാങ്കിലേക്കാണ് ട്രാൻസാക്ഷൻസ് നടക്കുക. ഞാനോ സിയോ തമ്മിലല്ല ട്രാൻസാക്ഷൻസ് വരുന്നത്, ഞങ്ങളുടെ രണ്ടുപേരുടെയും ബാങ്കുകൾ തമ്മിലാണ് ട്രാൻസാക്ഷൻസ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് ബാങ്കുകളുടെ, ഇപ്പോൾ എൻ്റെയും സിൻ്റെയും രണ്ട് ബാങ്കുകളും ഇപ്പോൾ ഇന്നൊരു ദിവസം ഫിക്സ് ചെയ്തിട്ട് അവർ മന്ത്ലി അല്ലെങ്കിൽ ഇത്ര ഒരു ടൈം പീരീഡിനുള്ളിൽ അവർ ഈ പേയ്മെൻറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യാണ് സാധാരണ ബാങ്കുകാർ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇടനിലക്കാരായിട്ട് ബാങ്ക് ഉൾപ്പെടുന്നുണ്ട് അല്ലേ UPI പേയ്മെൻറ്റ്സിൽ. പക്ഷെ നമ്മൾ ഡിജിറ്റൽ കറൻസി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ A എന്ന് പറയുന്ന വ്യക്തിയും C എന്ന് പറയുന്ന വ്യക്തിയും തമ്മിലായിരിക്കും. നമ്മൾ ഫിസിക്കൽ കറൻസിയിൽ എങ്ങനെയാണോ ട്രാൻസാക്ഷൻസ് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ ആയിരിക്കും ഈ ഡിജിറ്റൽ കറൻസിയിൽ ട്രാൻസാക്ഷൻസ് നടക്കാൻ പോകുന്നത്. അവിടെ ഞങ്ങളുടെ രണ്ട് ബാങ്ക് എന്ന് പറയുന്ന മീഡിയേറ്റേഴ്സ് ഉണ്ടല്ലോ, അവിടെ ഇനി ഉണ്ടാവില്ല. പകരം നമ്മൾ RBIൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലേ. അപ്പം ഞാനെന്ന് പറയുന്ന ആൾ RBIൻ്റെ, അല്ലെങ്കിൽ A എന്ന് പറയുന്ന ആൾ RBIൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് C എന്ന് പറയുന്ന ആളായിട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആളായിട്ട് ട്രാൻസാക്ഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ്, മീഡിയേറ്റേഴ്സ് ഒഴിവാകുകയാണ്. അവിടെ കുറച്ചുകൂടെ ഈസി ആയിട്ട് സുതാര്യമായിട്ടായിരിക്കും നമ്മളെ ട്രാൻസാക്ഷൻസ്, പണമിടപാടുകൾ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു RBIൻ്റെ അണ്ടറിൽ വരുന്ന ആയതുകൊണ്ട് തന്നെ RBI തന്നെയായിരിക്കും അതിൻ്റെ മോണിറ്റർ ചെയ്യുന്നത്, അതിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത് RBI ആണ്. അപ്പോൾ ഇതാണ് ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നത്, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ പലരും ഇപ്പം നിങ്ങളുടെ പലരുടെ മനസ്സിൽ തുടക്കത്തിലുണ്ടായ ഡൗട്ട് ക്ലിയർ ആയില്ല. അതായത് ഫോൺ പേ പോലെ തന്നെയല്ലേ ഇത് എന്നുള്ളൊരു സാധനം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോഴും നമ്മളുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ സാധാരണക്കാരിലേക്ക് എത്തി തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ പരിപാടികളിലാണ് RBI. പക്ഷേ എത്രയും പെട്ടെന്ന് എത്തുക തന്നെ ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയങ്ങളെ കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ പറയാം. ഈ കോണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും അതും എന്ത് ചെയ്യുക, കമൻസിൽ പറയാം. അപ്പോൾ ഇനി അടുത്തൊരു സെഷനിൽ മിസ് വീണ്ടും വരുന്നതായിരിക്കും. ഹാപ്പി ലേണിംഗ് ആൻഡ് കീപ് ലേണിംഗ്.